ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ കോഴ്സിനെ പറ്റി ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് എല്ലാവരോടും അനൗൺസ് ചെയ്തിരുന്നു. ആ കോഴ്സിൽ ജോയിൻ ചെയ്തവരുടെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. മൈൻഡ് മാസ്റ്ററിയുടെ സക്സസ് സ്റ്റോറി. മൈൻഡ് മാസ്റ്ററി കോഴ്സിൽ മനസ്സിൻ്റെ രാജാവാകാൻ എങ്ങനെ നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇത്. ലോ അട്രാക്ഷൻ്റെ പ്രാക്ടീസും കൂടെ അതുപോലെ ഫോളോ അപ്പും കൂടെ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെ റിസൾട്ട് 100% ലഭിക്കുന്നതാണ്. കാരണം നമുക്കിവിടെ മാജിക് ഒന്നും കാണിക്കാനില്ല. മാജിക് ഉണ്ടാകുന്നത് മൈൻഡിൽ നിന്ന് തന്നെയാണ്. സൃഷ്ടിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, അതേപോലെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഒന്നും വേണ്ട, ജീവിതത്തിൽ ഒന്നും വേണ്ട, ഞാനിങ്ങനെയൊക്കെ ആയാൽ മതി എന്നൊരു വ്യക്തി തീരുമാനിച്ചാൽ അങ്ങനെ തന്നെ ആയിത്തീരും. പകരം എനിക്ക് വിജയിക്കണം, എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ, എൻ്റെ ലൈഫിൽ എനിക്ക് സന്തോഷം കൊണ്ടുവന്നേ മതിയാകും, ഇങ്ങനെ അഷ്ടിച്ച് ജീവിക്കേണ്ടവനല്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഉറപ്പായും വിജയിക്കാനും കഴിയും. അതെ, നമ്മുടെ മനസ്സിൻ്റെ പവർ എത്രത്തോളം നാം എടുത്ത് ഉപയോഗിക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുടെ സക്സസ് സ്റ്റോറീസാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സക്സസ് സ്റ്റോറീസ് കേൾക്കുക. നിങ്ങൾക്കൊരു എനർജി ലഭിക്കും ഇത് കേൾക്കുന്ന സമയത്ത്. അതായത് അവർക്കത് സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും കഴിയും. അപ്പോൾ എല്ലാവരും ഈ വോയിസ് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ നിങ്ങൾ തന്നെയാണ്, അത് 100% ഉറപ്പാണ്. ഈ വോയിസ് എന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അവർ ചെയ്ത പ്രാക്ടീസ്, മൈൻഡ് മാസ്റ്റർ ക്ലാസ് കൊണ്ടുണ്ടായ ഗുണം, എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ ലൈഫിലുണ്ടായാലും അവിടെ പോസിറ്റീവായി ഇരിക്കാനുള്ളൊരു മനക്കെട്ടുണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. മാം, എനിക്ക് ഈ കോഴ്സിലൂടെ കിട്ടിയ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതുപോലെ എൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും ഒരു ഓർഡറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഡിസോർഡറായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡിസോർഡറായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഡിസോർഡറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാം നമുക്കൊരു ഓർഡറായിട്ട് കിട്ടി. ഈ കോഴ്സോടെ എനിക്ക് എല്ലാം ഓർഡറായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്ക് കിട്ടിയ അനുഭവം വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഓർഡർ കിട്ടി ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഒരു 30% പോസിറ്റീവായി. നമ്മൾ ഒരു 30% റീപ്രോഗ്രാം ചെയ്തു. അതായത് റീപ്രോഗ്രാം ആയി. നമ്മളിത് കണ്ടന്റ് മാത്രം കിട്ടില്ല. കണ്ടന്റ് ഒറ്റത്തവണ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇത് കണ്ടന്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ ഒരു 30% മൈൻഡ് റീപ്രോഗ്രാം ആയി. ഇനിയിപ്പോൾ ചെയ്തു തുടങ്ങുമ്പോൾ എന്തായാലും ആള് മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതായത് നമ്മള് പഴയ ആ ക്യാരക്ടർ ആയിരിക്കില്ല, വേറെ നമ്മള് മൊത്തത്തിലേ മാറും. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, എല്ലാം മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് തന്ന മാറ്റങ്ങൾ ഇതാണ്. പിന്നെ ഞാൻ 4-5 മാസമായിട്ടുള്ളൂ ഗൾഫിൽ നിന്ന് വന്നിട്ട് മാഡം. തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഫീൽഡ് അല്ല അത്, ഡാൻസിൻ്റെ അങ്ങനത്തെ ജോബാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതും കിട്ടി. ഓക്കെ മാം, ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ ഈ ചെറിയ എന്താ പറയുക, 2200 എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. 2200 രൂപയ്ക്ക് നമുക്ക് എന്താ പറയുക, എല്ലാവരും ഓർഡറായിട്ട് കിട്ടി. നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 22 കോടി രൂപേൻ്റെ മൂല്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നത്. ഹായ്, പിന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ വീഡിയോസിനും അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു ക്ലാസ്സിനൊക്കെ എനിക്ക് കിട്ടിയത്. ഞാൻ സത്യം പറയുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവക്കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് നിലനിർത്തി തന്നത് നിങ്ങളെ യൂട്യൂബ് വീഡിയോ അതുപോലെ തന്നെ മൈൻഡ് മാസ്റ്ററി എന്ന ക്ലാസ്സുമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല. സത്യം പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ക്യാഷ് തരാനില്ലായിരുന്നോ, 1000 രൂപ തന്ന് വീണ്ടും 1000 രൂപ തരുമ്പോ സത്യത്തിൽ വാട്സപ്പ് ക്ലാസ് ആണല്ലോ, എനിക്ക് ഉപകാരപ്പെടുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നോ. പക്ഷെ ഞാൻ 1000 വീണ്ടും തന്ന് നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് മാറ്റമാണ്. 2000
222 അല്ലേ? അപ്പൊ അതിനെ എത്രയോ 10 മടങ്ങാണ് എനിക്ക് അതിലൊരു മൂല്യം കിട്ടിയത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു കോച്ച്, താങ്ക് യു. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ടൈമിൽ ചിന്തകളില്ലാത്ത ഒരു ഇതിലോട്ട് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. പിന്നെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളായാലും മനസ്സിൽ വിചാരിക്കുന്നത് ഓരോന്നും നടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കട്ടെ, ഞാൻ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കേട്ടല്ലോ വോയിസ് എല്ലാം, ഇതിൽ ജോയിൻ ചെയ്തവരുടെ വോയിസ് ആണത്. അവർ ആ കറക്റ്റ് അതിൻ്റെ പ്രാക്ടീസിലൂടെ കടന്നുപോയി ക്ലാസ് കേൾക്കുകയും മെഡിറ്റേഷനാണ് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഡിവൈൻ ആയിട്ടുള്ളൊരു കണക്ഷൻ വരുന്നുണ്ട് നാം അറിയാതെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വോയിസ് കേൾക്കുക. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. ആ ഗ്രൂപ്പിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസും എഫർമേഷൻസ്, പിന്നെ നമുക്ക് വേണ്ടതായ ചില പല ഓർമ്മപ്പെടുത്തലുകൾ, പല എഫർമേഷൻസ്, ഇതെല്ലാം ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. ക്ലാസ് എല്ലാ മാസവും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരാൾക്ക് ചേഞ്ച് വന്നാൽ അത്രയും അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. മൈൻഡ് മാസ്റ്ററി വർത്താണ്. അതിന് നമുക്കൊന്നും പറയാനില്ല. അത്രയ്ക്കും നമ്മുടെ മൈൻഡിൻ്റെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ റീപ്രോഗ്രാമിങ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അതിൽ പഠിപ്പിക്കുന്നുമുണ്ട്. അതേപോലെ ലോട്രേഷൻ്റെ പ്രാക്ടീസും കൂടെ ഉൾപ്പെടുത്തിയാണ് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ സൃഷ്ടിക്കുക നമ്മൾ തന്നെയാണ്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും നോക്കിയിരിക്കും. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താ, സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അപ്പോഴും സ്വിച്ചിട്ട പോലെ ആ സങ്കടം ഒഴിവാക്കിക്കൊണ്ട് ഹാപ്പിനെസ് ആയ നിമിഷങ്ങൾ ലൈഫിലേക്ക് മനഃപൂർവ്വം ഓർത്തെടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ലൈഫ്, ഹാപ്പൻ മിറാക്കിൾ, സന്തോഷമുള്ള ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.